കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇനിയും ആക്രമിച്ചാൽ സുധാകരന്റെ കാര്യങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തുമെന്ന് സജി ചെറിയാൻ. ശക്തമായ താക്കീതാണ് സജി ചെറിയാൻ നൽകുന്നത്. സുധാകരൻ പാർട്ടിയെ അധിക്ഷേപിക്കരുതെന്നും ഇനിയും നഷ്ടപ്പെടാനൊന്നുമില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിൽ ജി സുധാകരന്റെ ആരോപണത്തെയും സജി ചെറിയാൻ പരാമർശിച്ചു. തകർക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചേ പോകൂ. ഞാൻ സുധാകരൻ്റെയും സുധാകരൻ എൻ്റെയും നിഴലായി നിന്ന കാലമാണത്. ഞാൻ പോയിട്ടുണ്ടെങ്കിൽ സുധാകരനും കാണും. മര്യാദഘട്ട വർത്തമാനമാണത്. താനും തിരിച്ച് ആരോപണം ഉന്നയിച്ചാലോ, ജി സുധാകരനാണ് സ്മാരകം കത്തിക്കാൻ പോയതെന്ന് താൻ പറഞ്ഞാലോ എന്നും സജി ചെറിയാൻ പറഞ്ഞു. സുധാകരൻ ഞങ്ങളെ വിട്ടേക്ക്, പാർട്ടിയെ ആക്ഷേപിക്കാൻ വരരുത്. KC വേണുഗോപാലിനും ചെന്നിത്തലയ്ക്കും VD സതീശനുമില്ലാത്ത ആവേശമാണ് ജി സുധാകരനെന്നും സജി ചെറിയാൻ ആരോപിച്ചു. അതേസമയം ജി സുധാകരനെ ചുമക്കുന്ന KC വേണുഗോപാൽ ആലപ്പുഴ കടലിൽ ചാടിച്ചാകുമെന്ന് സജി ചെറിയാൻ പറഞ്ഞു. 6 മാസം കൊണ്ട് KC വേണുഗോപാൽ ഇത് മനസ്സിലാക്കും. ഇല്ലെങ്കിൽ എൻ്റെ പേര് മാറ്റിക്കോ. ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചവരാണ്. സുധാകരനെ 6 മാസത്തിനകം തള്ളിപ്പറയേണ്ടി വരും. ആലപ്പുഴ കടപ്പുറത്ത് പൊളിക്കാത്ത പാലത്തിൽ കൂടി നടന്നുപോയി ചാടും. സുധാകരൻ ജയിച്ചാലും തോറ്റാലും വേണുഗോപാൽ ചെയ്തതിനുള്ളതൊക്കെ അനുഭവിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. ജി സുധാകരൻ വ്യക്തിപരമായ അക്രമത്തിൻ്റെ പാരമ്യതയിൽ എത്തി. പ്രസ്ഥാനം വിട്ടുപോയ പ്രമുഖരുടെയൊക്കെ ഉള്ളിൽ കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. എന്നാൽ ജി സുധാകരൻ അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. പാർട്ടിയെ തെരഞ്ഞെടുപ്പ് കാലത്ത് ചതിച്ചു. 1.5 വർഷം മുമ്പ് KC വേണുഗോപാലുമായി കരാറുണ്ടാക്കി. സീറ്റില്ലെന്നറിഞ്ഞപ്പോൾ 24 മണിക്കൂർ കൊണ്ട് വലതുപക്ഷമാവുകയും ചെയ്തെന്ന് സജി ചെറിയാൻ പറഞ്ഞു. ഞാൻ മാഫിയാണെന്ന് ജി സുധാകരൻ പറയുന്നു. എന്നാൽ കേരളത്തിൽ ഒരാളും എന്നെക്കുറിച്ച് അങ്ങനെ പറയില്ല. 5 രൂപ കിട്ടിയാൽ ജി സുധാകരൻ അത് പോക്കറ്റിലിട്ടുകൊണ്ട് പോകും. എന്നാൽ സജി ചെറിയാൻ അങ്ങനെയല്ല. ജി സുധാകരൻ ഇപ്പോഴും MLA പെൻഷൻ വാങ്ങുന്നുണ്ട്. അത് പാർട്ടിയിൽ നിന്ന് നേടിയെടുത്ത ആനുകൂല്യമല്ലേ എന്നും സജി ചെറിയാൻ ചോദിച്ചു. 2 CPM MLA-മാർ കോടീശ്വരന്മാരാണെന്ന് പറയുന്നു. ജി സുധാകരന്റെ ആസ്തിയുടെ 25-ൽ 1 ഒരു MLA-ക്കുമില്ല. ലോൺ എടുത്താണ് സലാം വീട് പണിതത്. ഒരുപാട് സംസാരിക്കാൻ വന്നാൽ തിരിച്ചും പറയാൻ കുറേയുണ്ട്. ജില്ലാ സെക്രട്ടറിയുടെ പോലും ജാതി പറഞ്ഞാണ് ജി സുധാകരൻ സംസാരിക്കുന്നത്. നാസർ ഈഴവനാണെന്ന് പറയുന്നു. ഈഴവന് സീറ്റ് കൊടുത്തില്ല എന്ന ചർച്ച ഉയർത്താനാണ് ഈ നാറിയ വർത്തമാനം ജി സുധാകരൻ പറഞ്ഞത്. സുധാകരൻ അനുഭവിക്കും. പ്രപഞ്ചത്തിൽ സത്യമുണ്ട്. ചെയ്തതിനും പറഞ്ഞതിനുമൊക്കെ അനുഭവിക്കും. ഒരിക്കലും ചെയ്യരുതാത്ത വഞ്ചനയും ചതിയും കാട്ടി. അതിനെല്ലാം അനുഭവിക്കാതെ ഈ ലോകത്തു നിന്ന് പോകില്ല. ഈ മനുഷ്യനെ സ്വന്തം കുടുംബാംഗങ്ങൾ വിശ്വസിക്കുമോ എന്നും സജി ചെറിയാൻ ചോദിച്ചു. കടുകുമണി സ്നേഹം പോലും പാർട്ടിയോടില്ല. സുജാതയെ അപമാനിച്ചതിൽ സുധാകരൻ്റെ 5000 വോട്ട് പോകും. ഏറ്റവും വലിയ ഭൂരിപക്ഷം അമ്പലപ്പുഴയിലാവും ഉണ്ടാവുക. ജി സുധാകരൻ ചരിത്രത്തിൻ്റെ ചവിട്ടുകുട്ടയിലേക്ക് കൂപ്പുകുത്തും. കോൺഗ്രസിലെ കരിമ്പിൻ ചണ്ടിയാണ്. ഉപയോഗിച്ചു കഴിഞ്ഞ് കോൺഗ്രസുകാർ വലിച്ചെറിയുമെന്നും സജി ചെറിയാൻ ആരോപിച്ചു. UDF-ന് നേതൃത്വമില്ല. UDF-ലെ തമ്മിലടി തിരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്തു. മുസ്ലിം ലീഗ് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നു. ഇത് ജനങ്ങൾ ഭയപ്പെടുന്നു. BJP-യും വർഗീയ ചേരിതിരിവിന് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പിണറായി വിജയന്റെ നേതൃമികവ് ജനങ്ങൾ അംഗീകരിച്ചു. പിണറായിക്ക് ബദലായി മറുഭാഗത്ത് ആരുമില്ല. ആലപ്പുഴയിൽ മികച്ച വിജയം നേടും. 8 മണ്ഡലങ്ങളും നിലനിർത്തും. ഹരിപ്പാട് ശക്തമായ മത്സരം കാഴ്ചവെച്ചു. ഹരിപ്പാട് അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നുവെന്നും സജി ചെറിയാൻ പറഞ്ഞു.